ഒരു ഉളുപ്പുമില്ലാതെ എം മണിയെ പോലെയുള്ളവർ അതിൻ്റെ കണ്ണിയായിട്ടുള്ള വ്യക്തികളെ സംരക്ഷിക്കുന്നു. എന്നിട്ട് ഒരു അച്ഛൻ്റെ മുമ്പിൽ നിന്ന് ഒരു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവന്മാർ പറയുകയാണ് പേപ്പർ കാണാനില്ല. ആ അച്ഛൻ നിരവധി ദിവസം അവിടെ കയറി ഇറങ്ങുന്ന സമയത്ത് ഡൽഹിയിലേക്ക് അയക്കാൻ പ്രാപ്തിയില്ലാത്ത വകുപ്പാണോ ഇവർ? ഒരു CBI അന്വേഷണം ഒരു വിഷയത്തിൽ ആവശ്യപ്പെടണമെങ്കിൽ, ഒരു ഉന്നത അന്വേഷണം ഒരു വിഷയത്തിൽ ആവശ്യപ്പെടണമെങ്കിൽ അത് എവിടേക്ക് അഡ്രസ് ചെയ്ത് അയക്കണമെന്ന് കഴിവില്ലാത്ത വകുപ്പാണോ ആഭ്യന്തര വകുപ്പ്? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ ചൂരിലെടുത്തടിച്ച് ഓടിക്കണം അവിടെ നിന്ന്, ഈ പന്ത്രിപ്പണിക്ക് നിൽക്കരുതെന്നും പറഞ്ഞിട്ട്. സ്വന്തം വകുപ്പിനകത്ത് പ്രാപ്തിയില്ലാത്തവന്മാരുടെ കുത്തി നിറച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ഈ സമൂഹം നിരവധി വിഷയങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഒരു അച്ഛനെ പറ്റിച്ച രാഷ്ട്രീയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ നേതൃത്വം കൊടുക്കുന്ന CPM എന്ന് പറയപ്പെടുന്ന ആ കൊലപാതക സംഘടനയ്ക്ക് യാതൊരുവിധ കോട്ടവും പറ്റരുത്, സമൂഹത്തിൽ ഒരു അനാവശ്യ ചർച്ച ഉണ്ടാകരുത് എന്നുള്ള അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഈ പിതാവിനെ പറ്റിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അതൊരു പറ്റിക്കലായിരുന്നു, അതൊരു ചതിക്കലായിരുന്നു. അത് ഡൽഹിക്ക് വിടേണ്ട കടലാസ് എറണാകുളത്തേക്ക് വിട്ടുന്നു. ആരാ? പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലിരുന്നിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഡൽഹിയിലേക്ക് അയക്കേണ്ട കടലാസ് അഡ്രസ് ചെയ്ത് എറണാകുളത്തേക്ക് അയച്ചു. തെറ്റുപറ്റിപ്പോയെന്ന് ആരോടാ പറയുന്നത്? അവർ കേരള സമൂഹത്തിനോടോ? ആ രാഷ്ട്രീയത്തെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇത് ഒരു സംഭവമല്ലല്ലോ. അഭിമന്യു എന്ന് പറയപ്പെടുന്ന ഒരു പയ്യനില്ലേ, ആ അഭിമന്യുവിന്റെ വീട്ടിൽ അച്ഛനമ്മയ്ക്ക് നഷ്ടപ്പെട്ടു, ഈ SFIക്കാർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? അവരുടെ യഥേഷ്ടം തുടരല്ലേ അവരുടെ അക്രമങ്ങൾ. ആ പയ്യൻ കൊലപാതകം ചെയ്യപ്പെട്ട് കാലം എത്രയായി? ആ അന്വേഷണം എവിടെ എന്നെത്തി? എന്തുകൊണ്ടാണ് അന്വേഷണം അവിടെ നിലയ്ക്കുന്നത്? അങ്ങനെ എത്ര വിഷയങ്ങൾ വിദ്യാർത്ഥികളുടെ വിഷയത്തിലുണ്ട്. ഈ ആർഷോ എന്ന് പറയപ്പെടുന്നവന്റെ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? അത് പോട്ട് അതിന്റെ തൊട്ട് മുൻപേ ഈ വ്യക്തി എത്ര കേസിലെ പ്രതിയാണ്? 40ഓളം കേസുകളിലെ ക്രിമിനൽ കേസുകളെ പ്രതിയാണ്. രണ്ടാമത്തെ കാര്യം എന്താ? ഈ നിഖിൽ എന്ന് പറയപ്പെടുന്ന പയ്യന്റെ വിഷയം എന്തായി? ഇവിടെ BCom എഴുതാത്തവൻ MCom പാസ്സാവുന്ന ചരിത്രമാണ് കേരളത്തിനകത്ത്. കാരണം SFI എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടനയുടെ ആ ഞാളിക്കൊടി പിടിക്കുന്നവന് എന്ത് വൃത്തികേട് ചെയ്താലും അവന് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുന്ന ഈ നാരായണനെ പോലെ നെറികെട്ടവന്മാർ ഈ യൂണിവേഴ്സിറ്റികൾ ഇരിക്കുമ്പോഴാണ് ഗവർണറുടെ ഇടപെടലുകളെ കുറിച്ച് നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ആ ഗവർണർ കൃത്യമായി പറഞ്ഞു, ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയടക്കമുള്ള വിദ്യാഭ്യാസ മേഖലകളിൽ ഇതുപോലെയുള്ള അക്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ സംരക്ഷിക്കുകയും വിദ്യാഭ്യാസ സംസ്കാരത്തെ പുറകോട്ടടിക്കുകയും ചെയ്യുന്ന പ്രവർത്തികളാണ് വിദ്യാഭ്യാസത്തിന്റെ മേലാളന്മാർ ചെയ്യുന്നത്. ആയതുകൊണ്ട് അതിലെ ഇടപെടലുകൾ വേണമെന്നുള്ള ഗവർണറുടെ തീരുമാനം ശരിയാണ് എന്നുള്ളത് ഈ കാലഘട്ടം തെളിയിച്ചുകൊണ്ടിരിക്കുക. അതിലൊരു വിഷയം മാത്രമാണ് സിദ്ധാർത്ഥൻ്റെത് ഒരു വലിയ മാനുഷിക വിഷയമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ, പൊതുസമൂഹം തെരുവിലിറങ്ങി നേരിടേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു അച്ഛൻ എന്ന് പറയപ്പെടുന്ന ഈ പൊതുസമൂഹത്തിലെ എല്ലാ രക്ഷിതാക്കളുടെയും ഒരു പ്രതിനിധിയാണ് അദ്ദേഹം. എനിക്ക് മകളുണ്ട്. നാളെ അവൾ +2 കഴിഞ്ഞ് ഒരു വിദ്യാലയത്തിലേക്ക്, ഒരു ക്യാമ്പസിലേക്ക് ഞാൻ അവളെ വിടുന്ന സമയത്ത് ഈ SFI എന്ന് പറയപ്പെടുന്ന 3 അക്ഷരമുള്ള ഈ ടെററിസ്റ്റ് രാഷ്ട്രീയ സംഘടന അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് വിടാൻ സാധിക്കുക? അങ്ങനെയല്ല എല്ലാ അച്ഛനും എല്ലാ അമ്മമാരും ഉണ്ടാവുക. അവർക്ക് എങ്ങനെയാണ് സ്വന്തം മക്കളെ ക്യാമ്പസിലേക്ക് വിശ്വസിച്ച് വിടാൻ സാധിക്കുക? SFI എന്ന് പറയപ്പെടുന്ന വൃത്തിഹീനന്മാർക്ക് തല്ലിക്കൊല്ലാനുള്ളതാണ് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയ ചെറുപ്പക്കാരും നമ്മുടെ മക്കളും. നമ്മൾ പഠിക്കാൻ വിടുന്ന കുട്ടികളെ തല്ലിക്കൊല്ലാൻ ഇവരൊക്കെ എന്ത് അധികാരമാണുള്ളത്? അത് ചോദ്യം ചെയ്യാൻ നിയമവാഴ്ചയുള്ള ഈ നാടിനകത്ത് പോലീസ് സംവിധാനത്തിന് സാധിക്കില്ലെങ്കിൽ, അതിന്റെ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ സാധിക്കുന്നില്ലെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വ്യക്തികളായതിന്റെ പേരിൽ അവരെ സംരക്ഷിക്കപ്പെടുമെങ്കിൽ ഈ പൊതുസമൂഹം ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടത് തെരുവിലാണ്. ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് നേരെയാണ്, ഈ കേരളത്തിലെ ചിഞ്ചുറാണിക്ക് നേരെയാണ്, ഇതിനെ സംരക്ഷണ വലയം തീർത്തു കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ്, ഇതിനെ കള്ളത്തരം എഴുതി പിടിപ്പിച്ച DYSPക്ക് നേരെയാണ്. ഈ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം വ്യക്തമായ രീതിയിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ തെരുവിൽ നേരിടേണ്ട വിഷയം തന്നെയാണ്. ഒരു സംശയവും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അന്നും ഇന്നും എന്നും ഒരു നിലപാടാണ്. ഈ വിദ്യാർത്ഥി സമൂഹത്തിനോട് കാണിക്കുന്ന ഈ ക്രൂരതയ്ക്കെതിരെ ഞങ്ങൾ ശക്തമായി രംഗത്ത് വരും. സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങൾ അദ്ദേഹത്തിന്റെ അച്ഛൻ എന്താഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹിക്കുന്ന അന്വേഷണം ഈ സമൂഹത്തിൽ പ്രഖ്യാപിക്കുന്ന നിമിഷം വരെ അദ്ദേഹത്തിന്റെ പുറകിൽ ഞങ്ങൾ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. കാരണം ഞങ്ങൾ ഇത് അദ്ദേഹത്തെ കാണുന്നത് ഈ കേരള സമൂഹത്തിലെ ഒരുപാട് രക്ഷിതാക്കളുടെ പ്രതിനിധിയായിട്ടാണ്. സിദ്ധാർത്ഥൻ എന്ന് പറയപ്പെടുന്ന കുട്ടി പെട്ടഞ്ഞു വീണ് മരിച്ചത് ഒരു യാതൊരുവിധ കാരണവശാലും ഒരു തെറ്റോ കുറ്റവും ചെയ്തിട്ടല്ല. ആ കുട്ടി ഈ കമ്മ്യൂണിസ്റ്റ് കള്ള ഹിമാറുകൾക്ക് നേരെ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട്, പ്രവർത്തിക്കുക എന്ന് പറയപ്പെടുന്ന ഇവർക്ക് നേരെ രംഗത്ത് വന്നിട്ടല്ല. അദ്ദേഹം കൃത്യമായിട്ട് സത്യസന്ധമായി വിദ്യാലയത്തിൽ പഠിച്ചു, കൂട്ടുകാരുണ്ടാക്കി, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് ഇവരെ പോലെയുള്ള വൃത്തിഹീനന്മാരെ
തുറന്നു കാണിക്കാൻ ആ വിദ്യാർത്ഥികൾ തയ്യാറായപ്പോൾ ഈ കുട്ടിയോട് അസൂയ തോന്നുന്നു അല്ലേ? ആ കുട്ടിയുടെ സത്യസന്ധമായ പ്രവർത്തനത്തോട് ഇവർക്ക് വിരോധം തോന്നിയല്ലേ? അതിന്റെ പേരിൽ അതിനെ തല്ലിക്കൊല്ലുക. എന്ത് അക്രമമാണ് കേരളത്തിൽ നടക്കുന്നത്? എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിക്കുക. അതിന് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ സംഘടനാ ബലം ഉപയോഗിക്കുക, പോലീസിനെ ഉപയോഗിക്കുക. അതിനെതിരെ ശക്തമായി നിൽക്കും രോഹിണി. ഈ അച്ഛന്റെ കൂടെ ഏത് അറ്റം വരെ വേണമെങ്കിലും ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടന കൂടെ ഉണ്ടാകും.